അങ്ങനെ ഞാൻ മുരിക്കുമ്പുഴ ഈ കായൽ തീരത്തെത്തി. ഇവിടെ സൈക്കിളൊക്കെ വെച്ചിട്ട് നമുക്ക് മീനൊക്കെ വാങ്ങിക്കാൻ പോകാം. മീനൊക്കെ എടുക്കാൻ വരുന്നതേ ഉള്ളൂ. ഇനി ഇവിടെ 10 മണി വരെ നമുക്ക് രാവിലെ ഒരു 6:30 മണി തൊട്ട് ഒരു 10 എത്ര മണി വരെ ഇവിടെ മീൻ വന്നാൽ എത്ര മണി വരെ വന്നാൽ എടുക്കാൻ പറ്റുള്ളൂ? 10 മണി വരെ വന്നാൽ എടുക്കാമല്ലേ? അപ്പം നമുക്ക് രാവിലെ തൊട്ട് 10 മണി വരെ വന്ന് ഇവിടെ നിന്ന് മീനൊക്കെ വാങ്ങിക്കാം. മുരിക്കുമ്പുഴ ജംഗ്ഷനിൽ നിന്ന് റെയിൽവേ ഒരു ക്രോസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ പറഞ്ഞത്. ഈ കായലിൻ്റെ തീരത്ത് വന്നിട്ട് ആണ് നമ്മൾ ഈ കായലിൻ്റെ തീരത്ത് വന്നിട്ട് ബോട്ടിങ്ങിന് വേണ്ടിയൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ സെറ്റപ്പ് ആവും. നമുക്കിവിടെ വന്നിട്ട് ഈ ഒരു സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ഈ വഴിയാണ് ആ കടവിലോട്ട്, മീനൊക്കെ പറഞ്ഞ കടവിലോട്ട് പോകുന്നത്. എന്നിട്ട് മീൻ പിടിക്കാൻ പോയതാ വന്നത്? മീൻ പിടിക്കാൻ പോണതാ വന്നത്? അപ്പോൾ മീനെവിടെ? എന്നാൽ ഇതിൻ്റെ മീൻ ഈ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ട് ഇടണതാണ്? ഇത് തന്നെ കുഞ്ഞുണ്ടായി വളരണതാണ്? ആരും ഗവൺമെൻറ് ഒന്നും കൊണ്ടിടണല്ലേ? ഗവൺമെൻറ് ഒന്നും കൊണ്ടിടുന്നില്ല. ഗവൺമെൻറ് കണ്ണംകുളം കായലിലിടുന്നില്ല. അകത്ത് പോയി കായലിലിടും. ഇവിടെ വിത്തിട്ട് മണിക്ക് വരണമായിരുന്നു മീൻ? ഈ സമയത്ത് തന്നെ വരാണ് തന്നെ? 7 മണി. എന്തൊക്കെ മീനുണ്ട് അത്? കരിമീൻ, സിലോപ്പി. പിന്നെ ഒരു കുറവുണ്ട്. പറവ. കൊഞ്ചിന്റെ വിത്തിട്ടായിരുന്നു. കൊഞ്ചും ചള്ളായി ആയിട്ടായിരുന്നല്ലേ? ഓ 400 രൂപ. 300 ഉള്ളത്. 300 തന്നെ പറഞ്ഞു. ഒരു രൂപ മീൻ 300. 200 രൂപ കുറച്ചാൽ എന്താ? 600 രൂപയ്ക്ക് ഞാൻ എടുക്കണം. 600 അതല്ലേ ഞങ്ങൾ 2 രൂപയാണെന്ന്. ഇത് 700-800 പായല് ഊപ്പാട് ഒതുന്ന. നീ സൈക്കിളിൽ വന്നോണ്ട് നീ ഇത് കൊണ്ടുപോകാൻ ഇത്തിരി പാടാണ്. ബാക്കിൽ തൂക്കിയിട്ടുണ്ട് പോവാം. എത്ര മണിക്കെന്നാ പോണത്? ഉൾപ്പാങ്കലത്ത്.
വൈകിട്ട് 6 മണിക്ക് പോകും. ഏ വൈകിട്ട് 6 മണിക്ക് പോകും വല ഇടാനാ വലയുടെ. ആ എന്നിട്ട് വെളുപ്പിനാവിലെ കടയിൽ ഓ അങ്ങനെ പാരാത്രിയൊക്കെയുള്ള വാങ്ങി വെച്ച് ഇട്ടിട്ട് ആ വെളുപ്പിനാവിലെ ചായയും കുടിച്ചിട്ട് വരണം അവരോട്. ആ ഇപ്പോൾ രാത്രി പോയി വല ഇട്ടിട്ട് രാവിലെ പോയാണ് പിന്നെ എടുക്കണം അങ്ങനെയാണ്. അങ്ങനെയല്ല, ആ രാത്രി മുതൽ അവിടെ രാത്രി മുതലേ അവിടെ ഇരിക്കും. രാത്രി മുതലേ അവിടെ കിടക്കും. അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ കിടക്കും. അതും അവിടെ കിടക്കും, നമ്മളും അവിടെ കിടക്കും. തന്നല്ലേ. അറിഞ്ഞൂടാത്ത ഇന്നലെ കിടന്ന് വലയുമ്പോൾ ചോദിച്ചു. അതാ പണി അറിയാവുന്നത് കണ്ണനാണ്. അവൻ്റെ അച്ഛൻ മീൻ കച്ചവടം, അവൻ്റെ അമ്മ മീൻ കച്ചവടമായിരുന്നു. എല്ലാ കാര്യം അറിയാം. അങ്ങനെയുള്ള കാര്യം പറഞ്ഞു. ബാക്കി ആരെങ്കിലും ആയിട്ടെടുക്കും. അവരാണ് പക്ഷെ കുഞ്ഞുങ്ങളെ ഇവിടെ വന്നാലല്ലേ എടുത്ത് കളയാൻ പറ്റുള്ളൂ അണ്ണാ. അവിടെ അങ്ങറ്റം ചോദിച്ചാൽ മീനിനെ പറ്റി എല്ലാം പറയാം. വള്ളിയില്ലെന്ന്. അവിടെ വന്ന് നിൽക്കുന്ന വള്ളിയില്ല. എവിടെയെങ്കിലും ഒരു തേങ്ങ ഇട്ട് ഉരുങ്ങി ഇങ്ങനെ ബാക്കി കെട്ടി ഈ ബാക്ക് കെട്ട് വീട്ടിൽ പോണവരെ ഇളക്കൂല. കവർ എടുത്തിട്ട് വാ. നിനക്ക് വേണ്ടേ? പിന്നെ നീ നീര് 300 രൂപ കൊടുക്കും. 200 രൂപ അത് മാത്രം മീൻ കൂട്ടിയില്ല. രണ്ട് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. ഈ മീൻ അത് രണ്ട് കെട്ടിട്ട്. ആ സുഹൃത്തുക്കളെ, ഇവിടെ വരുന്ന വഴിയെന്ന് വെച്ചാൽ ഇവിടെ ആർക്ക് വേണോ ഒന്ന് മീൻ വാങ്ങിക്കാം. നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ടെൻഷനൊന്നും വേണ്ട. സ്ത്രീകൾക്കും എല്ലാവർക്കും വന്ന് ഇവിടെ മീൻ വന്ന് വാങ്ങിക്കാം. ഇത് നമുക്ക് വരണത് നമുക്ക് ട്രിവാൻഡ്രത്തു നിന്ന് അല്ലെങ്കിൽ ശ്രീകാര്യത്തു നിന്ന് പറഞ്ഞവർക്ക് കഴക്കൂട്ടത്ത് വന്നിട്ട് കണിയാപുരത്തു നിന്ന് നമുക്ക് ലെഫ്റ്റിലോട്ട് തിരിയണം. ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് ഷാഫി മെഡിക്കൽ സെൻറ്ററിൻ്റെ അതുവഴിയാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. അവിടെ നിന്ന് കയറിയിട്ട് പിന്നെ നമ്മൾ വരുന്നത് ചിറയൻകീഴിലോട്ട് പോകുന്ന വഴിയാണ്. ചിറയൻകീഴിലോട്ട് ആണ് പോകുന്നത്. പിന്നെ ചിറയൻകീഴിൽ ചെന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത ജംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിച്ചാറ പള്ളിപ്പുറം ജംഗ്ഷനാണ്. അവിടെ നിന്ന് നമുക്ക് പോണ തോപ്പൻമുക്ക് മുരുക്കുമ്പുഴ. അവിടെ നിന്ന് ചെന്നിട്ട് മുരുക്കുമ്പുഴ ജംഗ്ഷനാണ്. നമുക്ക് ഈ മംഗലാപുരത്തു നിന്ന് പറഞ്ഞവർക്ക് മുരുക്കുമ്പുഴ ജംഗ്ഷനിൽ വരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിറയൻകീഴിൽ നിന്ന് പറഞ്ഞവർക്ക് അവിടെ വരാം. അവിടെ നിന്നാണ് ഈ റെയിൽവേ ക്രോസ് ചെയ്ത് ഈ നേരെ ഈ കടവിലോട്ട് വരുന്നത്. ഇവിടെ വന്നാൽ നമുക്ക് ഒരുപാട് കായൽ മീനൊക്കെ വാങ്ങിക്കാം. അത് നമുക്കൊരു ടെൻഷനൊന്നും വേണ്ട. ആർക്കും അവിടെ വന്ന് വാങ്ങിക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഞാനൊരു 600 രൂപയ്ക്ക്, അവർ 700 രൂപയ്ക്ക് 700 രൂപ പറഞ്ഞു. വേറൊരാളൊരു 500 രൂപ പറഞ്ഞു. ഞാൻ 600 രൂപയ്ക്ക് അതങ്ങ് വാങ്ങി. ഞാനിന്ന് ഈ വീട്ടിലോട്ട് പോവുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിനി ഇവിടുന്ന് ഏകദേശം ഇപ്പം ഞാൻ വന്ന ദൂരം വന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടം വരെ 16 കിലോമീറ്റർ ഉണ്ട്. ഇനി തിരിച്ചും 16 കിലോമീറ്റർ ചവിട്ടണം. മീനൊക്കെ ചീത്താവുമെന്ന് അറിഞ്ഞുകൂടാ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.